അഭിജിത്ത് ദീപ്കെ ശരിക്കും പെട്ടിരിക്കുകയാണ്. CJP സ്ഥാപകൻ്റെ ആ ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുകയാണ്. അതായത് CJP സമരത്തിൻ്റെ മറവിൽ BJP ഗുണ്ടകളെ ഇറക്കുന്നു, അക്രമം അഴിച്ചുവിടുന്നു, CJPയുടെ പേര് കളങ്കപ്പെടുത്തുന്നു എന്നുള്ള മുൻകൂർ ജാമ്യമൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ അഭിജിത്ത് ദീപ്കെ CJP സ്ഥാപകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഡിഫെൻസീവ് സ്റ്റൈലിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അഭിജിത്ത് ദീപ്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നിലവിൽ ജിഹാദികളും അതുകൂടാതെ ഖലിസ്ഥാൻവാദികളും പിന്നെ ആൻറ്റി ഇന്ത്യൻ തുക്കടെ ഗാങ്ങൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ ഒരു കൈകളിലേക്ക് ഇത് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ആളെ കൂട്ടാൻ വേണ്ടി ഇവരെയൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം അവരുടെ അജണ്ടകളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്ത് നീറ്റ് പരീക്ഷ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പോലും എഴുതാത്ത ആളുകളാണ് ഈ പറയുന്ന പല വിദ്യാർത്ഥികൾ എന്നുള്ള വ്യാജേന അവിടെ വന്ന് പ്രതിഷേധിച്ചത്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തിനാണോ വന്ന ആ അജണ്ടയിലേക്ക് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ചില ആളുകൾക്ക് മോദിയെ കൊല്ലണം, ചില ആളുകൾക്ക് മോദിയെ താഴെ ഇറക്കണം, ചില ആളുകൾക്ക് ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, മറ്റു ചിലർക്ക് ഇവിടെ ഖലിസ്ഥാൻ രാജ്യം സ്ഥാപിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൻറ്റി ഇന്ത്യൻ തോട്ട്സാണ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കയ്യിൽ നിന്ന് ഈ സാധനം പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിഫെൻസീവ് സ്റ്റൈലിൽ അഭിജിത്ത് ദീപ്കെ കാര്യങ്ങളെ സമീപിക്കുന്നത്.